നെയ്യാറ്റിൻകര ഉണ്ണികൃഷ്ണസ്വാമിയുടെ മണ്ണിൽ CR അയ്യപ്പൻ വൈദ്യരുടെയും കല്യാണി അമ്മയുടെയും 7 മക്കളിൽ 4ാമതായി 1924 ഒരു തൃക്കാർത്തിക നക്ഷത്രം ജനിച്ചു. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ അന്നപ്രാശമുണ്ട് പുനർജീവൻ കൈവന്ന AK രാജമ്മ 7ാമത്തെ വയസ്സിൽ ഗാന്ധിജിയുടെ ദർശനം ലഭിച്ച് ഈശ്വരസേവ മാനവസേവയാണെന്ന് തിരിച്ചറിഞ്ഞ് ലോകസേവനത്തിനായി സ്വജീവിതം സന്യാസത്തിലൂടെ സാർത്ഥകമാക്കി ആചാര്യ വിനോബ ഭാവെയുടെ മാനസപുത്രിയായി പരിവ്രാജികയായി വിനോബാനികേതൻ എന്ന ജയ്ജഗത് പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വിശ്വവനിത പരിവ്രാജിക AK രാജമ്മയ്ക്ക് ശതാബ്ദിയും സ്നേഹാശ്രു പുഷ്പാഞ്ജലികളും. സ്ത്രീ ശാക്തീകരണത്തിനും ഗ്രാമസ്വരാജ് പ്രവർത്തനങ്ങൾക്കും വിദ്യയോടൊപ്പം ഗാന്ധി വിനോബ ആദർശങ്ങളിലൂടെ സൽഗുണങ്ങൾ വളർത്താനും സ്വയം തൊഴിൽ പരിശീലനത്തിനും ഗോസേവനത്തിനും അധസ്ഥിതരായവരുടെ ഉന്നമനത്തിനും ലോകശാന്തിയിലൂടെ വിശ്വമാനവതയുടെ പ്രചരണത്തിനും പ്രകൃതി ജീവനത്തിലൂടെയുള്ള ആരോഗ്യ സംരക്ഷണത്തിനും ഇത്യാദികളിലൂടെ ജയ്ജഗത് എന്ന ശബ്ദവൈഖരി മുഴക്കാൻ വിനോബാനികേതൻ ആശ്രമം സ്ഥാപിച്ച ധീര സന്യാസിനി വനിതയാണ് പരിവ്രാജിക AK രാജമ്മ. വീട്ടുവൻതോട് എന്ന വനമേഖലയെ വിനോബാനികേതൻ എന്ന ജനമേഖലയാക്കി മാറ്റിയ വനിത. ലോകത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെയെല്ലാം ശ്രദ്ധ വിനോബാനികേതൻ എന്ന കൊച്ചുഗ്രാമത്തിലേക്ക് ആകർഷിച്ച് ഗ്രാമസേവനം എന്ന ആശയത്തെ ലോകസേവനം എന്ന ചിന്തയിലേക്ക് വളർത്തിയെടുക്കത്തക്ക വിധത്തിൽ ഒരു ശക്തി കേന്ദ്രമാക്കി വിനോബാനികേതനത്തെ വളർത്തിയെടുത്ത വനിത. വിദ്യാഭ്യാസത്തോടൊപ്പം അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ കൂടി പഠിച്ച് ലോകശാന്തിയുടെയും സേവനത്തിൻ്റെയും മാർഗത്തിൽ ഒരു പുതിയ ജനതയും ഒരു പുത്തൻ സംസ്കാരത്തെയും വാർത്തെടുക്കാൻ വിശ്വമാനവ സൃഷ്ടിക്കായി വിശ്വവിദ്യാപീഠം എന്ന സ്വപ്നം വിനോബാനികേതനത്തെ ഏൽപ്പിച്ച് മടങ്ങിയ വിനോബാജിയുടെ സ്വന്തം ശബരി പരിവ്രാജിക AK രാജമ്മ.